ചിരിച്ച് കൊള്ളാം. മാലയൊക്കെ പിടിച്ച് നോക്കാം. അളിയാടേ നീ ഞാൻ പറഞ്ഞ ഒന്ന് കേള്. എടാ സംഭവം രണ്ടും കൂടെ ഇങ്ങോട്ട് കയറി വന്നേക്കടാ. എടാ നമ്മള് എന്റെ വീട്ടിലോട്ട്. ആ ഇല്ല കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. എടാ രജിസ്റ്റർ കഴിഞ്ഞിട്ടില്ലെന്ന്. ഏതോ അമ്പലത്തിൽ പോയി മാല ഇട്ടുകൊണ്ടാണ് വന്നേക്കണേ. ഇവിടെ നടക്കണതൊക്കെ നീ കാണണം. എടാ ഭാര്യയും ഭർത്താവിനെ പോലെടാ. എടാ എടാ മകളെടാ, എടാ ഞാൻ ഒരു കാര്യം ചേട്ടാ. ഞാൻ ഇവരെ നിന്റെ വീട്ടിലോട്ട് വിടട്ടാ? അല്ല ഞാൻ തന്നെ കൊണ്ടുവരാം. നല്ല നേരം പോക്കായിരിക്കൂടാ. ഹലോ ഹലോ ചിബി, ഹലോ ഹലോ. തെണ്ടി വെച്ചിട്ട് പോയി. നിങ്ങൾ കാണിക്കണേ നീ ആടുത്ത് വെച്ചിട്ടാണ് മാല ഇട്ടത്. എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ, മാലയൊക്കെ ഇരിക്കട്ടെ. കല്യാണം കഴിഞ്ഞ് എന്റെ ശവടക്കും ഇപ്പൊ എന്തിനാണ് എടുത്തോണ്ടിരുന്ന രണ്ടും കൂടെ? ഫോട്ടോ എടുത്താളിയാ സോഷ്യൽ മീഡിയയിൽ ഇട്ടെങ്ങനെ എല്ലാരെയും കാണിച്ച് സൂപ്പറാക്ക. ആദരാഞ്ജലി കൂടെ അടിയിൽ എഴുതി അങ്ങിട്. അപ്പൊ കറക്റ്റ് ആയിരിക്കും. കണ്ടാടി കണ്ടാ എവന്റെ ബുദ്ധി കണ്ടാ? നീ ഇപ്പൊ ഒളിച്ചോടി വന്നെയാണോ? അപ്പൊ ആ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ട് എങ്ങനെ ഉണ്ടാവും? അങ്ങനൊന്നും പറയാതെടാ, എന്റെ ജോ പാവാ. ജോ തേങ്ങ ചേട്ടാ. ഹലോ ഹലോ. മാലയൊക്കെ ഉണ്ടല്ലോ. ഞമ്മ കല്യാണം കഴിഞ്ഞാണോ? അതെല്ലോ. എന്തൊക്കെ അറിയണോ നിനക്ക്? ഞാൻ ചോദിച്ചല്ലേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഞങ്ങൾ എങ്ങനെയുണ്ട്? മാച്ചാണ്. ചേട്ടാ തലേന എടുക്കുന്ന പറ, തലേന എടുക്കുന്നോന്ന്. ആന്റി അവരുടെ കഴുത്തിൽ കിടക്കുന്ന തുളസിമാലയല്ലേ? ஆமா லட்சு ஒருவேளை அவங்க கல்யாணம் செஞ்சிருப்பாங்களோ? பொடி பிள்ளைன்னு சொல்லாத, இதுதான் இப்போத்த ட்ரெண்ட். இப்ப எல்லாரும் இந்த ஏஜ் ஆகிறதுக்கு வெயிட் பண்ணிட்டு இருக்காங்க திருமணம் செய்ய. நீ இப்ப அதாയിരിക്കും കേശുവിന് മൊത്തത്തിലൊരു വെപ്രാളം. ഒരുവേളை കേസുവായിരിക്കും സാക്ഷി. ദൈവമേ പണി പാളിയാ. വീട്ടിലുള്ളവരെ കുഴി ചാടിക്കാന്ന് പോരാനിട്ടാണോ നാട്ടുകാരെയും കൂടെ ചാടിക്കണത്? ഒന്നും சொல்ல முடியாது. ഉന്നോട് തന്നെ തമ്പി സേവാ. എന്റെ വന്നേ ചേട്ടാ ചേട്ടാ ചേട്ടാ. ഇവരുടെ കല്യാണം കഴിഞ്ഞാ? കല്യാണം കഴിഞ്ഞു. നിന്റെ അടുത്ത് ആര് പറഞ്ഞേ? ഇവര് പറഞ്ഞപ്പോ ചേട്ടൻ കേട്ടല്ലേ? എടാ എന്തൊക്കെയാണ് ഇത്? കല്യാണം മക്കളെ കല്യാണം വിശ്വസിച്ചല്ലേ? ആര് വിശ്വസിച്ചാ? നീ വിശ്വസിച്ചാ? കല്യാണം കഴിഞ്ഞെന്ന് ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇല്ല, കല്യാണം കഴിഞ്ഞു, പക്ഷെ അത് ഒറിജിനൽ അല്ലയാ? അല്ല. പിന്നെ ഇത് നമ്മുടെ മറ്റേ അതാണ്. ഏതാണ്? നമ്മുടെ ഈ പുതുതലമുറക്കുള്ള മെസ്സേജാ? എന്ന മെസ്സേജ്? ചിന്ന കുഴந்தைங்கெல்லாம் சீக்கிரம் கல்யாணம் ചെയ്യണമെന്നാ? അല്ല, ചിന്ന കുഴந்தைക്ക് സീക്രം കല്യാണം ചെയ്യാൻ പാടില്ല എന്നുള്ള മെസ്സേജ്. എന്റെ സ്വഭാവം അറിയാലോ, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. അയ്യോ ചേച്ചി, ഞാൻ സത്യമാണ് പറയണത്. അതായത് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ വളരെ ചെറുതിലെ ഭയങ്കര പെട്ടെന്ന് കല്യാണം കഴിക്കുന്നു. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. അത് കാരണം അവർ നേരിടേണ്ടി വന്ന പ്രശ്നം അതിലും വലിയ പ്രശ്നമാണ്. അതായത് ഇപ്പം ഉദാഹരണത്തിന് ഈ ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത പിള്ളേർ കല്യാണം കഴിക്കുന്നത്, പിന്നെ ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത പിള്ളേർ കല്യാണം കഴിക്കണത്, പിന്നെ ഒരു വിവരവും ഇല്ലാത്ത ചിലങ്ങൾ കല്യാണം കഴിക്കണത്, അതൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ ചേച്ചി? അപ്പോൾ ആ പ്രശ്നത്തിനെ ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു തെരുവ് നാടകം കളിക്കാൻ പോകുന്നു. അതാണിത്. അതിന്റെ റിഹേഴ്സലാണ് നടന്നത്. നാടകത്തിന്റെ പേര്? നാടകത്തിന്റെ പേരെന്താ? എവിടെയും പറഞ്ഞു. ഈ 18 18 18 കെട്ടും 18ന്റെ പണിയും.
അപ്പൊ ഈ നാടകത്തിന്റെ എഴുത്തും സംവിധായകനൊക്കെ നീ തന്നെ ആയിരിക്കും ഞാൻ അല്ലാതെ വേറെ ആരല്ലടാ. ഇവ എന്റെ നായകൻ, ഇവ നായിക. ആന്റി പറഞ്ഞൊക്കെ വിശ്വസിച്ചല്ലോ അല്ലേ? நல்லா நம்பிட்டேன்